മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. വർക്കല പാപനാശം കടലിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി എന്നൊരു വിവരമാണ് ലഭ്യമാകുന്നത്. ഇന്ന് രാവിലെ മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തുന്നത്. മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് മൃതദേഹം കരയ്ക്കെത്തിച്ചത്. കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 40 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വർക്കല അയിരൂർ പോലീസ് സ്റ്റേഷനുകളിലെ തിരോധാന കേസുകളടക്കം പരിശോധിക്കുകയാണ് പോലീസ്. വർക്കല പാപനാശത്താണ് ഇത്തരത്തിലൊരു അജ്ഞാത മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം വർക്കല പാപനാശം കടലിലാണ് ഇത്തരത്തിലൊരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ആയിരുന്നു മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിൽ ഈ മൃതദേഹം കാണുന്നതും തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് മൃതദേഹം കരയ്ക്കെത്തിച്ചതും. സംഭവത്തിൽ പോലീസിനെ വിവരം അറിയിച്ചതോടെ കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കരയ്ക്കെത്തിച്ചതിൽ തുടർ നടപടികളടക്കം സ്വീകരിച്ചിട്ടുണ്ട്. 40 വയസ്സ് തോന്നിക്കുന്ന ഒരു പുരുഷന്റെ മൃതദേഹമാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. വർക്കല അയിരൂർ പോലീസ് സ്റ്റേഷനുകളിലെ തിരോധാന കേസുകളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എങ്കിലും 40 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണെങ്കിലും ആരാണ് ഇയാൾ, ഇയാളുടെ പേരെന്താണ്, അല്ലെങ്കിൽ സ്വദേശം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും അതിൽ വ്യക്തത വരികയുള്ളൂ. എങ്കിലും ഇപ്പോൾ ഒരു അജ്ഞാത മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നതാണ് കോസ്റ്റൽ പോലീസ് അറിയിക്കുന്നത്. കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തിയാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾക്കായി ആയിരിക്കാം ചിലപ്പോൾ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. വർക്കല പാപനാശത്താണ് ഇത്തരത്തിലൊരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കാണുന്നതും ഇവർ തന്നെയാണ് മൃതദേഹം കരയ്ക്കെത്തിച്ചതും. തുടർന്നാണ് കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ച മൃതദേഹം കടപ്പുറത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിലെ അടക്കം തിരോധാന കേസുകൾ പരിശോധിക്കുകയാണ്. ഇതിൽ ഉൾപ്പെടുന്ന ആരെങ്കിലും ആണോ എന്ന് അറിയുന്നതിനുള്ള വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പിന്നീട് ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്.